ദൈവത്തെ സ്തുതിക്കുന്നു. ഈ രാവിലെ സമയം 1 ശമൂവേൽ 10-ാം അധ്യായം അതിൻ്റെ 27-ാം വാക്യം വായിക്കട്ടെ. എന്നാൽ ചില നീചന്മാർ ഇവൻ നമ്മെ എങ്ങനെ രക്ഷിക്കുമെന്ന് പറഞ്ഞ് അവനെ ധിക്കരിച്ചു. അവന് കാഴ്ച കൊണ്ടുവരാതിരുന്നു, അവനോ അത് ഗണ്യമാക്കിയില്ല. ദൈവം അഭിഷേകം ചെയ്ത ഇസ്രായേലിൻ്റെ ആദ്യത്തെ രാജാവായിരുന്ന ശൗലിനെ കുറിച്ചാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ 10-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം കൂടെ വായിക്കുമ്പോൾ, അവർ അവിടെ ഗിരിയിങ്കിലെത്തിയപ്പോൾ ഒരു പ്രവാചക ഗണം ഇതാ അവനെതിരെ വരുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് ശക്തിയോടെ അവൻ്റെ മേൽ വന്നു. അവൻ അവരുടെ ഇടയിൽ പ്രവചിച്ചു. ദൈവം തിരഞ്ഞെടുത്ത ശമൂവേൽ അവനെ അഭിഷേകം ചെയ്യുന്ന സമയത്തിൻ്റെ ആ സംഭവ പരമ്പരകളാണ് ഈ അധ്യായത്തിൽ വിവരിച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ ആത്മാവ് ശൗലിൻ്റെ മേൽ വന്നു. അവൻ അതിൻ പ്രകാരം ശമൂവേൽ പ്രവാചകനാൽ അഭിഷേകം ചെയ്യപ്പെട്ടു. എന്നാൽ ചില നീചന്മാർ അവനെ ധിക്കരിച്ച്, അവനെ അവഗണിച്ച്, അവനെ കാഴ്ച കൊണ്ടുവരാതിരുന്നപ്പോൾ ശൗൽ ചെയ്തതെന്താണ്? ശൗൽ അതിനെ ഗണ്യമാക്കി. അവനതിനെ വിട്ടുകളഞ്ഞു. അവരോട് പ്രയാസം തോന്നുമോ, അവരോട് പ്രതികാരം ചെയ്യുവാനോ മനസ്സ് ഇല്ലാത്തവനായി അവൻ തൻ്റേതായ ഉത്തരവാദിത്തങ്ങളെ നിറവേറ്റി മുൻപോട്ട് പോകുന്നതായിട്ടാണ് ഈ അധ്യായത്തിൽ നാം കാണുന്നത്. എന്നാൽ ഇതിനോട് ചേർന്ന് 1 ശമൂവേൽ 18-ാം അധ്യായത്തിൻ്റെ 7-ഉം 8-ഉം വാക്യങ്ങളൊന്ന് വായിക്കട്ടെ. സ്ത്രീകൾ വാദ്യഘോഷത്തോടെ ഗാനപ്രതിഗാനമായി ശൗൽ 1000-ത്തെ കൊന്നു, ദാവീദോ 10,000-ത്തെ എന്ന് പാടി. അപ്പോൾ ശൗൽ ഏറ്റവും കോപിച്ചു. ഈ വാക്ക് അവൻ അനിഷ്ടമായി. അവൻ ദാവീദിന് 10,000 കൊടുത്തു, എനിക്ക് 1000 മാത്രമേ തന്നുള്ളൂ. ഇനി രാജത്വമല്ലാതെ അവന് കിട്ടുവാൻ എന്തുള്ളൂ എന്ന് പറഞ്ഞു. 2 വാക്യങ്ങളൂടെ വായിക്കട്ടെ. അന്ന് മുതൽ ശൗലിന് ദാവീദിനോട് കണ്ണുകടി തുടങ്ങി. പിറ്റേന്നാൾ ദൈവത്തിൻ്റെ പക്കൽ നിന്നുള്ള ദുരാത്മാവ് ശൗലിൻ്റെ മേൽ വന്നു. ശൗലിൻ്റെ ജീവിതത്തിൻ്റെ അധപ്പതനം തുടങ്ങുന്നതാണ് ഈ 18-ാം അധ്യായത്തിൽ നാം കാണുന്നത്. ആത്മാവ് നിറഞ്ഞവനായ ശൗൽ രാജാവ് അവനെ ഗണ്യമാക്കാതിരുന്ന നീചന്മാരെ, അവനെ ആദരിക്കാതിരുന്ന നീചന്മാരോട് ഒരു പ്രതികരണത്തിനും മുതിരാതെ മുൻപോട്ട് പോയപ്പോൾ ദൈവത്തിൻ്റെ അഭിഷിക്തനായ ദാവീദ് അവനെ അംഗീകരിച്ചുകൊണ്ട് ഗാനപ്രതിഗാനമായിട്ട് ആ ഇസ്രായേൽ സ്ത്രീകൾ വാദ്യഘോഷത്തോടെ പറഞ്ഞ ചില കാര്യങ്ങൾ കേട്ടപ്പോൾ ശൗല് ഏറ്റവും കോപിക്കുന്നു. അടുത്ത വാക്യത്തിൽ അവന് ദാവീദിനോട് കണ്ണുകടി തുടങ്ങി. അവൻ വളരെ നെഗറ്റീവായിട്ടുള്ള പ്രതികരണങ്ങൾ ചെയ്യുന്നത് നാം ഇവിടെ വായിക്കുന്നു. അതിൻ്റെ അടിസ്ഥാന കാരണമാണ് അടുത്ത വാക്യത്തിൽ പറഞ്ഞത്. അവന് ഒരു ദുരാത്മാവ് ബാധിച്ചു. ദൈവത്തിൻ്റെ ആത്മാവ് അവനിൽ നിന്നും മാറി തുടങ്ങി. ആ ദുരാത്മാവിൻ്റെ പ്രവർത്തന ഫലമായിട്ട് അവനിപ്പോൾ ഏത് കാര്യത്തിനും ദൈവഹിതമല്ലാത്ത രീതിയിൽ, ദൈവത്തിൻ്റെ ആലോചന അല്ലാത്ത രീതിയിൽ പ്രതികരിക്കുന്നു. കോപിക്കുവാനും കണ്ണുകടി ഉണ്ടാകുവാനും ദാവീദിനോട് ശത്രുത്വമുള്ളവനായിട്ട് തീരുവാനും ഒക്കെ ഇടയായി. ഇത് നമ്മുടെയും വ്യക്തിപരമായ ജീവിതത്തിൽ ഒരു മുന്നറിയിപ്പായിട്ട്, ഒരു ഭയനിർദ്ദേശമായിട്ട് നമുക്ക് ഇരിക്കട്ടെ. ദൈവത്തിൻ്റെ ആത്മാവിനാൽ നാം നിറഞ്ഞ് നാം മുൻപോട്ട് പോകുമ്പോൾ ദൈവത്തിൻ്റെ ക്ഷമയും സ്നേഹവും കരുണയും ഒക്കെ പ്രാവർത്തികമാക്കുവാൻ നമുക്ക് സാധ്യമാകും. എന്നാൽ ആ ദൈവകൃപയിൽ നിന്ന്, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് നാം മാറി ജഡപ്രകാരം നാം മുൻപോട്ട് പോകുമ്പോൾ നമുക്കെതിരായി വരുന്ന ഓരോ ചെറിയ കാര്യങ്ങൾക്കും നാം പ്രതികരിക്കുവാൻ തുടങ്ങും. ആ പ്രതികരണം ദൈവത്തിൻ്റെ ആത്മാവിൻ്റെയോ ദൈവത്തിൻ്റെ സ്വഭാവത്തിൻ്റെയോ അടിസ്ഥാനപ്പെട്ട് ഉള്ളതായിരിക്കുകയില്ല. നമ്മുടെ ജഡത്തിൻ്റെ ചിന്തകൾ,
അതോട് ചേർന്ന് ഗലാത്യ ലേഖനം അതിൻ്റെ 5-ാം അധ്യായം 22 വാക്യങ്ങളിൽ പൗലോസ് പറയുന്ന ആ ആത്മാവിൻ്റെ ഫലങ്ങൾ നമ്മിൽ ഉളവാകുന്നത് വിശ്വസ്തതയും സ്നേഹവും സന്തോഷം സമാധാനം ദീർഘക്ഷമ ദയ പരോപകാരം സൗമ്യത ഇന്ദ്രിയജയം, ഈ ഗുണങ്ങൾ നമ്മിൽ വിളങ്ങുവാനായിട്ടിടയാം. അല്ല എങ്കിൽ ഭിന്നതയും അസൂയയും ശാഠ്യവും പകയും പിണക്കവും ഒക്കെ ആയിരിക്കും നമ്മെ നയിക്കുന്നത്. ഇതിൽ ഏതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ആ സ്വഭാവവിശേഷമായി നിൽക്കുന്നതെന്ന് ചിന്തിക്കുവാനും അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്കിടയാക്കട്ടെ. ഗോഡ് ബ്ലെസ്.